പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അധികാരമോഹവുമായി നാടുനീളെ നടന്ന് വോട്ടും പെട്ടിയിലാക്കി കഴിഞ്ഞ് അധികാരത്തിലേറി കഴിയുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ അപഹസിക്കാനും ആക്ഷേപിക്കാനും എന്ത് അധികാരം സാറേ? നൽകിയ വാഗ്ദാനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് നൽകരുത്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ത്രീകൾ അവരുടെ കുട്ടികളെ എവിടെ പഠിപ്പിക്കണം, അവരെ എവിടെ പോയി ചികിത്സിക്കണം, അവരെങ്ങനെ കാശ് ചെലവാക്കണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. അതിന് തീരുമാനമെടുക്കേണ്ടത് താങ്കളല്ല. മോന്തായം വളഞ്ഞ 24 വളയെന്ന് പറയുന്നത് ശരിയാണ്. മുഖ്യമന്ത്രി അങ്ങനെ. എല്ലാവരും വീഡിയോസും കൂടെ ഒന്ന് കാണണേ.